ഫസ്റ്റ് ശബ്ദാർത്ഥ് വേർഡ് മീനിങ് ആണ്. ഫസ്റ്റ് വേർഡ് എന്താ കൊടുത്തിരിക്കുന്നത്? ബൂജ്. എന്താ ബാദിഷ? ചാപ്റ്റർ നമ്പർ എത്ര? ചാപ്റ്റർ നമ്പർ 11 പേജ് നമ്പർ 81. സൂജ് ബൂജ്. സൂജ് ബൂജ് എന്ന വേർഡിന്റെ അർത്ഥം എന്താ ലീന? ആ ആൻസർ ഒക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എത്ര പേര് എഴുതിയിട്ടുണ്ട്? എഴുതിയിട്ടുള്ളൂ? രണ്ടുപേര് എഴുതിയിട്ടുള്ളൂ. ആ ഓക്കെ. അതോ ഞാൻ എഴുതാത്തവരെ എഴുതണ്ടേ? മോള് മ്യൂട്ട് ചെയ്ത മോളെ. സൂജ് ബൂജ് എന്ന വാക്കിന്റെ അർത്ഥം സമജ്ദാരി. മിസ് ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാമോ എന്റെ? സമജ്ദാരി. അടുത്തത് നാരാസ്. നാരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുസ്സ. ദേഷ്യപ്പെടുക. ഓക്കെ. രണ്ട് സായാണ് കേട്ടോ, നോക്കി എഴുതണേ. സായുടെ പകുതിയും സായും. ഗുസ്സ. അടുത്തത് ഘോഷണ മീൻസ് വിളംബരം ചെയ്യുക. ഏലാൻ. ഏലാൻ. എഴുതി കഴിഞ്ഞോ എല്ലാരും? ഇവിടെ വരെ എഴുതി കഴിഞ്ഞോ? എഴുതാത്തവര്? ഫസ്റ്റിലത്തെ കിട്ടിയില്ലേ? ഫസ്റ്റിലത്തെ ആണ് ഇവിടെ കാണിക്കുന്നത്. സമജ്ദാരി. എഴുതിക്കേ. എഴുതി കഴിഞ്ഞോ എല്ലാരും? ഓക്കെ. അടുത്തത് ഷർത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻസ് വെക്കുക അല്ലെ? ഷർത്ത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുക. ചുനൗത്തി. चुनौती.
കഴിഞ്ഞോ? അടുത്തത് ഖരീദാരി. ഖരീദാരി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വാങ്ങിക്കുക. ചീസെ ബാസാർ സെ ലേന. ഓക്കെ, സാധനങ്ങള് കടയിൽ പോയിട്ട് വാങ്ങിക്കുക. ചീസെ ബാസാർ സെ ഖരീദന. ചീസേ, മേളിലും കുത്തുണ്ട് കേട്ടോ, നോക്കി എഴുതണേ. ചീസേ. അടുത്തത് ദണ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം സജ, പണിഷ്മെന്റ് കൊടുക്കുക. സജ. എഴുതി കഴിയുമ്പോ പറയണേ. എഴുതി കഴിഞ്ഞു. ഇനി ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് കൊടുത്തേ. ഓക്കെ, വേഗം വേഗം. സ്ക്രീനിൽ വരയ്ക്കരുത്. മിസ് നാരാസിന്റെ അർത്ഥം എന്താ? ഏതാ? നാരാസി, ദേഷ്യപ്പെടുക. നാറാസ് എഴുതിയില്ലേ? ഗുസ്സ. ഇനി എഴുതാത്തവര് ഗ്രൂപ്പിൽ മിസ് ഇടുമ്പോ നോക്കി എഴുതുക കേട്ടോ. മിസ് ദണ്ഡിന്റെ അർത്ഥം എന്താ? പണിഷ്മെന്റ് കൊടുക്കുക, അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇനി എത്ര പേര് എഴുതാനുണ്ട്? എല്ലാരും എഴുതി കഴിഞ്ഞു. ഓക്കെ, യെസ്. അടുത്തത് ക്वेश्चंस. सभी सही उत्तर के सामने सही का निशान लगाइए. फर्स्ट क्वेश्चन, किस राज्य में तेनालीरामन नाम का एक दरबारी कवि था? किस राज्य में था? ഏതാണ്? വിജയനഗർ. വിജയനഗർ. യെസ്. അടുത്തത് ടിക്ക് ഇടുക കേട്ടോ. तेनालीरामन किस कारण बहुत प्रसिद्ध था? अपनी सूझबूझ के लिए, अपनी वीरता के लिए? ഏതാണ്? अपनी सूझबूझ के लिए. अपनी सूझबूझ के लिए. यस. अपनी सूझबूझ. അടുത്തത്, राजा कृष्णदेव ने अपने सभी दरबारियों में क्या बांटी? अनाज की बोरियां, सिक्कों की थैलियां? सिक्कों की थैलियां. മൈക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് പറയൂ. യെസ്, सिक्कों की थैलियां. അടുത്തത്, राजा की पहली शर्त के अनुसार सारी धनराशि कब तक खर्च करनी थी? एक सप्ताह के भीतर, एक सप्ताह के बाद. ഒരാഴ്ചക്കുള്ളിലാണോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ? എപ്പോഴാണ്?
एक के बाद एक सप्ताह के ബാദാണോ? ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ഏക് സപ്താഹ് ഭീതർ, ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ച കൊണ്ട് ചെലവഴിക്കണം എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഒരാഴ്ചക്കുള്ളിലാണ്. ഏക് സപ്താഹ് ഭീതർ. അടുത്തത് തെനാലിരാമൻ की चतुराई और सूझबूझ देखकर राजा डैश लाल पीले हो गए फूले न समाये. നമ്മൾ പഠിച്ചതാണ് ചാപ്റ്ററിൽ. ലാസ്റ്റ് എന്താണ്? फूले न समाये. फूले न समाये. യെസ്, फूले न समाये. യെസ്. അടുത്തത് പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയാണ്. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കൃഷ്ണദേവ് റായ് കഹാ കെ രാജാ ഥേ? കഹാ കെ രാജാ ഥേ കൃഷ്ണദേവ് റായ്? ഇപ്പൊ നമ്മൾ എഴുതുകയാണല്ലോ, കൃഷ്ണദേവ് റായ് എവിടത്തെയാണ്? विजयनगर. യെസ്, അപ്പൊ സെന്റൻസ് ആയിട്ട് എഴുതണം. കൃഷ്ണദേവ് റായ് വിജയനഗർ കെ രാജാ ഥേ എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എഴുതാമോ? ഇല്ല, മിസ് തന്നെ ഇട്ട് തരണോ? പകുതി ക്വസ്റ്റ്യൻ ആൻസർ അവിടെ തന്നെ ഉണ്ട്. കൃഷ്ണദേവ് റായ് വിജയനഗർ കെ രാജാ ഥേ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇട്ട് തരാം, ഗ്രൂപ്പിൽ നോക്കി എഴുതിക്കോണം കേട്ടോ. വിജയനഗർ കെ രാജാ ഥേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. राजा ने अपनी दूसरी घोषणा में कौन सी शर्त रखी? राजा ने രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ എന്തായിരുന്നു കണ്ടീഷൻ? എനിവൺ മലയാളത്തിൽ പറയാൻ പറ്റുമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? കഥ ഓർമ്മയില്ല ആർക്കും? പൈസ തീർക്കാൻ. അത് ആദ്യത്തെ കണ്ടീഷൻ. അത് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഒരാഴ്ചക്കുള്ളിൽ തരണം. തന്റെ മുഖം നോക്കിയിട്ട് വേണം എന്താണ് ആ പൈസ മുഴുവൻ ചെലവാക്കണം എന്നായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇട്ടോളാം, ഗ്രൂപ്പിൽ ഇട്ടോളാം കേട്ടോ. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ. भीतर उस धनराशि का दरबारियों ने क्या किया? ഒരാഴ്ചക്കുള്ളിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ അല്ല സോറി എന്താണ് ആ പണത്തിനെ ദർബാരിയ എന്താണ് ചെയ്തത്? അവർക്ക് ചെലവാക്കാൻ സാധിച്ചോ ഇല്ലയോ? सप्ताह बीत गया लेकिन ദർബാരിയാ ഉസേ ഖർച്ച നഹി കർ പായ. അവർക്ക് അതിനെ ചെലവാക്കാൻ സാധിച്ചില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. തെനാലി രാമൻ കോ രാജാ കാ ചെഹ്റ കഹാ മില? എവിടെയാണ് രാജാവിന്റെ ചെഹ്റ കിട്ടിയത് തെനാലി രാമന്? യെസ്, സിക്കെ കെ ഊപ്പർ, നാണയങ്ങളുടെ പുറത്താണ് തെനാലി രാമന് രാജാവിന്റെ ചിത്രം കിട്ടിയത്. ഓക്കെ, യെസ്. അടുത്തത് പാഠ് സേ ഭാഷ. പഠിയേ സമച്ചിയേ ഓർ ലിഖിയേ. 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. രാജ, राजा, चेहरा, खरीदारी. सो यहाँ रा को पढ़ते या बोलते समय पूरी आवाज में बोला जा रहा है. राजा, चेहरा, खरीदारी. സോ നമ്മൾ ഇവിടെയൊക്കെ ര എന്നുള്ള അക്ഷരത്തിനെ മുഴുവൻ നമ്മൾ ഉച്ചത്തിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാജ, ചെഹര, ഖരീദാരി. അടുത്ത പേജ് നോക്കിക്കേ. ഖർച്ച്, ഷർത്ത്, സൂര്യ. യഹാ ആ മാത്ര ഏത് മാത്രയാണ്? ഖർച്ച്. റ് की മാത്ര ഹൽക്കി ആവാസ് മേ ബോലാ ജാ രഹാ ഹൈ. ഖർച്ച് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ വാക്കിനകത്ത് റ് की മാത്ര വരുന്നത്. ഷർത്ത്, സൂര്യ,
ഓക്കെ, അടുത്തത് പ്രസിദ്ധ്, ക്രം, प्रसन्न। यहाँ प या क को हल्की आवाज में जबकि र को पूरी आवाज में बोला जा रहा है. ക പ എന്നുള്ള വാക്കുകള് നമ്മള് ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് റക്ക് മാത്ര കൂടുതലായിട്ട് ര എന്നുള്ള അക്ഷരം കൂടുതലായിട്ട് ആ സൗണ്ട് ആണ് കൂടുതൽ കിട്ടുന്നത്. പ്രസിദ്ധ്, പ്ര പ്ര എന്ന് പറയുമ്പോ ര ആണ് അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ ക്രം, എനിക്ക് മനസ്സിലായില്ല. ക കുറച്ചിട്ടാണ് ര എന്നുള്ള സൗണ്ട് ആണ് കൂടുതൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കേൾക്കുന്നത്. ക്രം, ക്ര, ക്ര എന്ന് പറയുമ്പോൾ ര എന്നുള്ള സൗണ്ട് ആണ് കൂടുതൽ കിട്ടുന്നത്, നമുക്ക് കേൾക്കുന്നത്. അതുപോലെ പ്രസന്ന, അവിടെ കുറവായിട്ട് ര എന്നുള്ളത്. പ്ര, പ്ര എന്ന് പറയുമ്പോൾ റായുടെ സൗണ്ട് ആണ് കൂടുതൽ കേൾക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെയുള്ള വാക്കുകൾ താഴെ കൊടുത്ത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ര കെ രൂപമേ. എന്താണ് അഞ്ചലിട ചോദിക്കുന്നേ? മിസ് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ല മിസ് ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട്? യെസ്. നമ്മളിവിടെ കുറച്ച് വാക്കുകൾ കണ്ടു. വാക്കുകളിനകത്ത് ഓരോരോ വാക്കുകളിനകത്തും ഓരോരോ അക്ഷരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റിനകത്ത് രാജ, ചെഹര, ഖരീദാരി, അവിടെ ര എന്നുള്ള അക്ഷരമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, വായിക്കുമ്പോൾ. അടുത്തത് ഖർച്ച്, ഷർത്ത്, സൂര്യ, ഇവിടെ ഇർ എന്നുള്ള സൗണ്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഖർച്ച്, ഖർച്ച്, അവിടെ ഹൽക്കി ആവാസ് മേ സൗണ്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് അവിടെ കുറവായിരിക്കും ആ പെർട്ടിക്കുലർ അക്ഷരത്തിന്. അടുത്തത് പ്രസിദ്ധ്, പ്ര, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അക്ഷരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്ര, പ്ര എന്ന് പറയുമ്പോൾ പ കുറച്ചും റ എന്നുള്ള സൗണ്ട് ആണ് കൂടുതൽ കിട്ടുന്നത്. പ്ര. ഓക്കെ, സോ അങ്ങനെയുള്ള വാക്കുകൾ താഴെ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വരുന്ന വാക്കുകൾ തന്നെത്താനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് അത് ഗ്രൂപ്പിൽ ഇട്ടോളാം, നിങ്ങൾ നോക്കി എഴുതുക. ഓക്കെ, ഏതൊക്കെയാണ് വാക്കുകൾ. ദെൻ അടുത്തത് രേഖാങ്കിത് ശബ്ദോं के विलोम शब्द लिखकर वाक्य दोबारा लिखिए. ഓപ്പോസിറ്റ് വേർഡ്, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളുടെ ഓപ്പോസിറ്റ് വേർഡ് എഴുതി ഏതാണ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വേർഡ് തോടെ സമയ പെഹ്ലെ കി ബാത് ഹൈ. തോടെ, തോടെ എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബഹുത്ത്. തോടെ എന്ന് മീൻസ് പറഞ്ഞാൽ കുറച്ച്, ബഹുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം. എഴുതിക്കേ എല്ലാരും, ഞാൻ കാണിച്ചു തരാം. ബഹുത്ത്. നിങ്ങൾ അത് എഴുതുമ്പോൾ സെന്റൻസ് മുഴുവൻ എഴുതണം കേട്ടോ. അത് അങ്ങനെയാണ് ആൻസർ എഴുതാൻ വേണ്ടി. ബഹുത് സമയ പേലേക്ക് ബാത്ത് ഹേ എന്ന് കംപ്ലീറ്റ് സെന്റൻസ് എഴുതണം. മിസ് ഇടുമ്പോ ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേക്കും ആ വേർഡിന്റെ ഓപ്പോസിറ്റ് മാത്രമേ ഇടുള്ളൂ കേട്ടോ, നോക്കി എഴുതണേ. അടുത്തത് ആപ് സഭി കോ കുച്ച് ഭി ബേച്ച്നെ സെ പെഹ്ലെ മേരാ ചെഹര ജറൂർ ദേഖ്നാ ഹോഗാ. സോ അവിടെ എന്താണ്? ബേച്ന എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ബേച്ന എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖരീദ്ന. ബേച്നെ എന്നാണ്, ഖരീദ്നെ. ബേച്ന എന്ന് പറഞ്ഞാൽ വിൽക്കുക, ഖരീദ്ന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. അപ്പോൾ ഖരീദ്നെ, നായാണ് അവസാനത്തത് കേട്ടോ. ഖരീദ്നെ. ഇപ്പൊ തൽക്കാലം ഓപ്പോസിറ്റ് വേർഡ് മാത്രം എടുത്ത് എഴുതിട്ട് പിന്നീട് ഫുൾ സെന്റൻസ് എഴുതിയാൽ മതി കേട്ടോ. ദെൻ അടുത്തത് ധൻരാശി ഏക് സപ്താഹ് കെ ഭീതർ കമാനി ഹോഗി. കമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദിക്കുക. ഓക്കെ, സോ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖർച്ച, ചെലവഴിക്കുക.
ഖർച്ച. അടുത്തത് थैलियां पाकर, അടുത്ത പേജ് 84. थैलियां पाकर दरबारियों की उदासी का ठिकाना ना रहा. ഉദാസി, ഉദാസി എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സന്തോഷപ്പെടുക. അപ്പൊ എന്താണ്? ഖുഷി. ഖുഷി എന്നാണ് ഓപ്പോസിറ്റ്. ഇത് മാറ്റിക്കോട്ടെ. ഇത് 3 എഴുതിയ എല്ലാരും മാറ്റുകയാണ് കേട്ടോ. അടുത്തത് ഉദാസി എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഖുഷി. ഒന്നും വേണ്ട. ഖുഷി കാ ठिकाना ना रहा. അടുത്തത് യഹ് ഹമേ അനുചിത് നഹി ലഗ. അനുചിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല, ഉചിതമായിട്ട് തോന്നിയില്ല. അനുചിത് എന്ന് പറഞ്ഞാൽ ഉചിതമല്ലാത്തത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉചിത്. 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 എല്ലാരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി ആരുമില്ലല്ലോ. ഓക്കെ, ഫൈൻ. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. അടുത്തത് കാ, കി, കെ. ഇത് ചേർത്ത് വാക്കുകള് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, രാജ കാ ചെഹര ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഏക് ദൂസരേ കെ ചെഹരെ. എഴുതിക്കേ. ഏക് ദൂസരേ കെ ചെഹരെ. അടുത്തത് തെനാലി രാമൻ കി ചതുരായി. सिक्कों की थैली. राजा का दरबार. सप्ताह के भीतर. ഓക്കെ, അടുത്തത് കഴിഞ്ഞ എല്ലാരും? യെസ്. അടുത്ത നോക്കിക്കേ. മുഹാവരെ കാ അർത്ഥ ലിഖ്കർ വാക്യ പൂരാ കീജിയേ. മുഹാവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു വാക്ക് ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെന്റൻസില് ഇസി കാരൻ വഹ് രാജാ കൃഷ്ണദേവ് റായ് കി ആഖോं का तारा था. അപ്പൊ ആഖോं का तारा എന്ന വാക്കിന്റെ അർത്ഥം ചേർത്ത് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതിയ ആഖോं का तारा എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബഹുത് പ്യാര. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. സോ ഇസി കാരൻ വഹ് രാജാ കൃഷ്ണദേവ് റായ്ക്കോ ബഹുത് പ്യാരാ ഥാ എന്ന് വേണം സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആഖോं का तारा എന്ന വാക്കിന്റെ അർത്ഥം ബഹുത് പ്യാര. അടുത്തത്
थैलियां पाकर दरबारियों की खुशी का ठिकाना ना रहा. ഓക്കെ, സോ ഖുഷി കാ ठिकाना ना रहा എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖുഷി കാ ठिकाना ना रहा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ बहुत अधिक खुश होना. ഓക്കെ, വളരെയധികം ഖുഷ് ഹോന, വളരെയധികം സന്തോഷിക്കുക. അപ്പൊ മിസ് അവിടെ ഗ്രൂപ്പിൽ ഇടുമ്പോ ആ വാക്കിന്റെ അർത്ഥം മാത്രമേ എഴുതുള്ളൂ. നിങ്ങൾ അതിന്റെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. थैलिया पाकर दरबारियां बहुत खुश हुआ എന്ന് വേണം എഴുതാൻ വേണ്ടിട്ട്. മനസ്സിലാവുന്നുണ്ടോ? बहुत अधिक खुश हुआ. ഓക്കെ, സോ മിസ് ഇവിടെ ഗ്രൂപ്പിൽ ഇടുമ്പോ എങ്ങനെയാണ് ഇടുക? बहुत अधिक खुश होना, बहुत अधिक खुश हुआ എന്നിടാ. നോക്കി എടുക്കുക കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടോളാം, ഇപ്പൊ ആരും എഴുതണ്ട. बहुत अधिक खुश हुआ. അടുത്തത്, तेनालीरामन की चतुराई और सूझबूझ देखकर राजा फूले न समाये. again സെയിം മീനിങ് ആണ്. ഫൂലെ ന സമായ മീൻസ് പ്രസന്നനാവുക. അതിന്റെ അർത്ഥം ബഹുത് ഖുഷ് ഹോന എന്ന് തന്നെയാണ്. സോ തെനാലിരാമൻ की चतुराई और सूझबूझ देखकर राजा बहुत खुश हुए എന്ന് വേണം എഴുതാൻ വേണ്ടിട്ട്. ഓക്കെ, സോ ആ വേർഡിന്റെ അർത്ഥം ഞാൻ ഇടും, അപ്പൊ നിങ്ങൾ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. बहुत खुश हुए. മനസ്സിലായല്ലോ? അടുത്തത്, बुझो तो जाने पहेलियों को उनके सही उत्तर से मिलाइए. അവിടെ കുറച്ച് ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ പിക്ചറുമായിട്ട് മാച്ച് ചെയ്യുക. ഫസ്റ്റ് വൺ നോക്കിക്കേ. हरी थी मन भरी थी मोतियों से भरी थी राजा जी के खेत में दुशाला ओढ़े खड़ी थी. हरी, ഫസ്റ്റ് ഹിന്റ് നോക്കിക്കേ. ഹരി थी. ഹരി थी मतलब ഗ്രീൻ കളർ. ഗ്രീൻ കളറിൽ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? എന്താണ് കൊടുത്തിട്ടുള്ളത്? അതെന്താന്ന് മനസ്സിലായില്ലേ? ഗ്രീൻ കളറിൽ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ചോളം, കോൺ. അപ്പൊ അതിനെ ഫസ്റ്റ് കോളമായിട്ട് മാച്ച് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഹിന്റിനെ പിക്ചറുമായിട്ട് മാച്ച് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പഠന ഹോ യാ ലിഖ്ന आता हूँ दोनों की काम कागज नहीं कलम नहीं बताओ मेरा नाम. പഠന ഹോ യാ ലിഖ്ന, എഴുതാനോ വായിക്കാനോ എന്നെ ആവശ്യമുണ്ട്. ഏതാണത്? ഏതാണത് എഴുതാനോ വായിക്കാനോ ആവശ്യമുള്ള സാധനം? കണ്ണാടി. ക്ലാസ്. അടുത്തത്, കിത്തനെ ജാൻവർ ഹേ, എത്ര എണ്ണം ഉണ്ട് അതിനകത്ത്? 6 കാണുന്നുണ്ടോ? 6 എണ്ണം കിട്ടിയോ? സിക്സ് എണ്ണം കിട്ടിയോന്ന് നോക്കണം കേട്ടോ. അതിനകത്ത് ഇച്ചിരി ഒരെണ്ണം വലിയൊരു എലിഫന്റ് ഉണ്ട്. 6 എണ്ണം കിട്ടിയ കറക്റ്റ് ആയിട്ട് കിട്ടിയോ എല്ലാവർക്കും? അതോ വെറുതെ ബാക്കി 6 ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയതാണോ, പറഞ്ഞതാണോ? One cat, one dog, one horse, one chimpanzee, one dog, one cat, one റാറ്റിനെ കിട്ടിയോ? എലിയെ കിട്ടിയോ എല്ലാവർക്കും? എലി കിട്ടിയോ? ഓക്കെ, ഫൈൻ. അപ്പൊ ടോട്ടൽ 6 മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്.